സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നാളെ പരീക്ഷയുള്ളവർ തീർച്ചയായിട്ടും ഈ മുഴുവൻ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2026 ഫുട്ബോൾ ലോകകപ്പ് വേദി. 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് മെക്സിക്കോ, US, കാനഡ എന്നീ രാജ്യങ്ങളിലായിട്ടാണ്. മെക്സിക്കോ, US, കാനഡ. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ബീഹാറാണ്. ബീഹാർ. ലോക കാലാവസ്ഥാ ദിനം 2025 പ്രമേയം. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം 2025 പ്രമേയം എന്ന് പറയുന്നത് ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ എന്നതാണ്. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമാണെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? 2025 ജനുവരിയിൽ ജോർജിയയാണ്. ജോർജിയ. ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത് ആര്? പുസ്തകത്തിൻ്റെ പേര് ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് രചിച്ചത് ആരാണ്? സാറ ജോസഫ് ആണ്. സാറ ജോസഫ്. ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത്. ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? വിദ്യാബാലനാണ്. വിദ്യാബാലൻ. ഏത് ബാങ്കിൻ്റേതാണ്? ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ഇന്ത്യയിലേത്? ചിത്രത്തിൻ്റെ പേര് ഐറ. സംവിധാനം ചെയ്തത് സാം ഭട്ടാചാര്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? ഭരണഘടനാ പാർക്ക് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെ. പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം. പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? PV സിന്ധു ആണ്. PV സിന്ധു. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ 1933. 1933. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളാണ് കേരളവും ഉത്തരാഖണ്ഡും. കേരളം, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1. 2024 ജൂലൈ 1. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേരെന്താണ്? വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. നമോ ഭാരത് റാപ്പിഡ് റെയിൽ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതി. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് ഏകീകൃത പെൻഷൻ പദ്ധതി. UPS, യൂണിഫൈഡ് പെൻഷൻ സ്കീം. പദ്ധതി ആരംഭിച്ചത് 2025 ഏപ്രിൽ 1. 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-02. ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-02 വിക്ഷേപിച്ചത് 2024 ഓഗസ്റ്റിൽ. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ്. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലിസ്കോപ്പ്. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലിസ്കോപ്പാണ് ഗ്രോത്ത് ഇന്ത്യ. ടെലിസ്കോപ്പിൻ്റെ പേര് ഗ്രോത്ത് ഇന്ത്യ. ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകം. ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ്. പേടകത്തിൻ്റെ പേര് ഒഡീസിയസ്. 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം. ലോക ഭൗമദിനം ഏപ്രിൽ 22. 2024 ലോക ഭൗമദിന പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. വിനോദസഞ്ചാരികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ നഗരം. വിനോദസഞ്ചാരികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യ നഗരം വെനീസാണ്. ഇറ്റലിയിലെ വെനീസ്.
2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 2024 ജനുവരിയിൽ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളാണ്. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നിയാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ് എന്നത്. ഐക്കൺ ഓഫ് ദി സീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദ സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരമാരാണ്? ഐക്കൺ ഓഫ് ദ സീസിന് പേര് നൽകിയത് ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സി. ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകൾ പുണ്യ, ആദ്യ എന്നിവ. പുണ്യ, ആദ്യ എന്നിവ എന്തിനങ്ങളാണ്? നെല്ലിനങ്ങളാണ്. ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകളാണ് പുണ്യ, ആദ്യ എന്നിവ. ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഖാൽവിൽക്കർ. 2025 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ മോഹിനിയാട്ടം കലാകാരി. 2025 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ മോഹിനിയാട്ടം കലാകാരിയാണ് കലാമണ്ഡലം സരസ്വതി. ഈ മാലിന്യം കൊണ്ട് നിർമ്മിച്ച മാത്രക എന്ന പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം? പ്രതിമയുടെ പേര് മാത്രക. സ്ഥാപിക്കപ്പെട്ടത് കാൺപൂർ, ഉത്തർപ്രദേശിലെ കാൺപൂർ. പ്രത്യേകത എന്താണ്? ഈ മാലിന്യം കൊണ്ട് നിർമ്മിച്ചതാണ് മാത്രക എന്ന പ്രതിമ. ആശാ വർക്കർമാർക്ക് ഗ്രാജുവേറ്റ് പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആശാ വർക്കർമാർക്ക് ഗ്രാജുവേറ്റ് പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. യൂണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതി. യൂണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ്. പദ്ധതിയുടെ പേര് ലിറ്റിൽ കൈറ്റ്സ്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ എത്ര വയസ്സ് കഴിഞ്ഞവർക്കാണ്? 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് കാരിച്ചാൽ ചുണ്ടനാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടനാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത്. മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത്. ചെറുകഥയുടെ പേരെന്താണ്? പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ. രചിച്ചത് ആരാണ്? സുധീർ കുമാറാണ്. സുധീർ കുമാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് താഴെത്തുടുക്കിയാണ്. സൈലന്റ് വാലിയിൽ താഴെത്തുടുക്കി. സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി കമ്പാലത്തറയാണ്. കമ്പാലത്തറ. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യ. ലോക കരൾ ദിനം 2024 പ്രമേയം. ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 19 ലോക കരൾ ദിനം 2019 പ്രമേയം കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ എന്നാണ്. കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ. രാജ്യാന്തര മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രസിദ്ധീകരണമായ ഏഷ്യൻ ടെലികോമിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം 2024 ലഭിച്ചത് കെ-ഫോണിനാണ്. കെ-ഫോൺ, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കെ-ഫോൺ, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. രാജ്യാന്തര മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രസിദ്ധീകരണമായ ഏഷ്യൻ ടെലികോമിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം 2024 ലഭിച്ചതാണ് കെ-ഫോണിന്. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽ നക്ഷത്രം
പോൺസ് ബ്രൂക്സ് ആണ്. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽനക്ഷത്രമാണ് പോൺസ് ബ്രൂക്സ്. ദേശീയ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം 2024 സ്ട്രാസ്ബർഗ് ആണ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. 2025 ലോക പുസ്തക തലസ്ഥാനം റിയോ ഡി ജനീറോയാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് 2025 ലോക പുസ്തക തലസ്ഥാനം. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് പയറുവിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി ISRO ആണ്. ISRO. ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററി ആരുടേതാണ്? ഡോക്യുമെന്ററിയുടെ പേര് ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. വേണു നായർ. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ. 2025 ജനുവരിയിൽ അന്തരിച്ചു. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനാണ് രാജഗോപാല ചിദംബരം. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി. പ്രവാസി ഭാരതീയ ദിവസ് 2025 വേദി ഭുവനേശ്വർ ആണ്. ഭുവനേശ്വർ. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ CR450. ബുള്ളറ്റ് ട്രെയിൻ CR450 ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ ആണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ ചിത്രമാണ് ഇതുവരെ എന്നത്. ചിത്രത്തിന്റെ പേര് ഇതുവരെ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബിൽ ഏതാണ്? നാരി ശക്തി വന്ദൻ അധിനിയം. വനിതാ സംവരണ ബിൽ 2023. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനം ഇന്ത്യയാണ്, 2ാമത് ചൈന. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺവെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏതാണ്? LMV-3 ആണ്. LMV-3 36 ഉപഗ്രഹങ്ങൾ. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് എവിടെയാണ്? മനയാണ്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ മന എന്ന സ്ഥലത്താണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരി സാറ തോമസിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതാണ്? നാർമടിപ്പുടവ. കൃതിയുടെ പേര് നാർമടിപ്പുടവ. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്ന്? 2023 ഏപ്രിൽ 25-നാണ്. 2023 ഏപ്രിൽ 25. 95ാമത് ഓസ്കർ പുരസ്കാരദാന ചടങ്ങിൽ അവതാരകയായ ബോളിവുഡ് നടി ദീപിക പദുക്കോൺ. 2025 വനിതാ IPL കിരീടം നേടിയത്? 2025 വനിതാ IPL കിരീടം മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസ്. ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14-ന് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലിപ്പർ. യൂറോപ്പ ക്ലിപ്പർ വിക്ഷേപിച്ചത് നാസ. ഏത് ഗ്രഹത്തിലേക്കാണ്? ഏത് ഉപഗ്രഹത്തിലേക്കാണ്? യൂറോപ്പയിലേക്ക്. യൂറോപ്പ വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. 2025 UN കാലാവസ്ഥ ഉച്ചകോടി ബ്രസീലാണ്. ബ്രസീലിലെ ബെലെ. ബില്ലുകളിൽ രാഷ്ട്രപതി എത്ര മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് 2025 ഏപ്രിലിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്? 3 മാസമാണ്. 3 മാസം. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുവാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്
പ്രോജക്റ്റ് എക്സ്. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുവാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. 2025 ഏപ്രിൽ 22 ഭീകരവാദ ആക്രമണം നടന്ന ജമ്മു കാശ്മീരിലെ പ്രദേശമാണ് പഹൽഗാം. ഡേറ്റ് ഓർത്ത് വയ്ക്കുക, 2025 ഏപ്രിൽ 22. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ടത്. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ടത് മഹ്മൂദ് അജോർ എന്ന പാലസ്തീൻ ബാലൻ്റെ ചിത്രമാണ്. ചിത്രം പകർത്തിയത് സമർ അബു എലൂഫ് എന്ന ഫോട്ടോഗ്രാഫറാണ്. പാലസ്തീൻകാരനായ സമർ അബു എലൂഫ്. ചിത്രം 2 കൈകളും നഷ്ടപ്പെട്ട ഒരു ബാലൻ്റെ ചിത്രമാണ്. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ടത് മഹ്മൂദ് അജോർ എന്ന പാലസ്തീൻ ബാലൻ്റെ ചിത്രം പകർത്തിയത് സമർ അബു എലൂഫ്. അടുത്തത് IPL ക്രിക്കറ്റ് മത്സരത്തിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. ആഗോള ബോക്സ് ഓഫീസിൽ 250 കോടി രൂപ കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമയാണ് എമ്പുരാൻ. മണ്ടേലയോടൊപ്പം പോരാടിയ 2 മലയാളികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. പുസ്തകത്തിൻ്റെ പേര് മണ്ടേലയോടൊപ്പം പോരാടിയ 2 മലയാളികൾ. രചയിതാവ് ജി ഷഹീദ്. അടുത്തിടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ മഞ്ഞൾ ഇനം IISR സൂര്യ എന്നത് മഞ്ഞൾ ഇനമാണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ മഞ്ഞൾ ഇനമാണ് IISR സൂര്യ എന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ 2025 വേദി വർക്കലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല. ലോക ഭൗമദിനം 2022 പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22 ഏപ്രിൽ 22 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ്. 2025 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയമാണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നത്. ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനം ഏതാണ്? സിംലിപാൽ ദേശീയോദ്യാനമാണ്. ഒഡീഷയിൽ സിംലിപാൽ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. എത്രാമത്തെയാണ്? 107. സിംലിപാൽ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിലെ മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിയാണ്. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച മികച്ച ചിത്രം ഏതാണ്? മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. നിയമസഭാ നടപടികൾ ആംഗ്യഭാഷയിൽ സംപ്രേഷണം ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. നിയമസഭാ നടപടികൾ ആംഗ്യഭാഷയിൽ സംപ്രേഷണം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് പഞ്ചാബ്. ദീർഘകാല ബഹിരാകാശ പര്യടനത്തിന് ശേഷം സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ്. സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് 2025 മാർച്ച് 19 2025 മാർച്ച് 19. ആസ്ട്ര MK3 മിസൈലിൻ്റെ പുതിയ ഔദ്യോഗിക നാമം ഗാണ്ടീവ. മിസൈലിൻ്റെ പേര് ആസ്ട്ര MK3 എന്നായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഔദ്യോഗിക നാമം എന്താണ്? ഗാണ്ടീവ എന്നാണ്.
ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കെ രഹത്കർ ആണ്. വിജയ കിഷോർ രഹത്കർ. വിജയ കെ രഹത്കർ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിയാണ്. പി സതീദേവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണാണ് വി രാമസുബ്രഹ്മണ്യൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? സംസ്ഥാനം ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ നിലവിൽ ഇപ്പോൾ ആരാണ്? അജയ് കുമാർ ആണ്. അജയ് കുമാർ. പ്രീതി സുധാന് ശേഷം നിലവിൽ ഇപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? അജയ് കുമാർ. കേരളത്തിൻ്റെ 23ാമത് ഗവർണർ. കേരളത്തിൻ്റെ 23ാമത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തിയാണ്. കെ സഞ്ജയ് മൂർത്തി. ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അൻതാർ സിംഗ് ആര്യ. അൻതാർ സിംഗ് ആര്യ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഇക്ബാൽ സിംഗ് ലാൽപുര. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് ജി ശശിധരൻ. ജസ്റ്റിസ് ജി ശശിധരൻ. കേരള പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ആണ്. OR കേളു. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി. കേന്ദ്ര ന്യൂനപക്ഷം കിരൺ റിജിജു ആണ്. കിരൺ റിജിജു. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹയാണ്. തൃപ്തി ഗുർഹ. തൃപ്തി ഗുർഹ. അവസാനത്തെ ചോദ്യം, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാനം KV മനോജ് കുമാർ ആണ്. KV മനോജ് കുമാർ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.